നമസ്കാരം. നമ്മൾ ഡേ 1 അറ്റ് അയർലി ബീച്ച്. നമ്മുടെ അയർലി ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും മെയിൻ അട്രാക്ഷൻ നമ്മൾ ഹാമിൽട്ടൺ ഐലൻഡിലേക്ക് ഇവിടുന്ന് ഒരു ക്രൂയിസ് ട്രിപ്പ് ഉണ്ട്. അവിടെ പോയിട്ട് ഹാമിൽട്ടൺ ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള സംഭവം. അപ്പം നമ്മൾ ഇന്ന് ഹാമിൽട്ടൺ ഐലൻഡിലേക്ക് പോകണം. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ ചെക്കിൻ ആ ഒരു സെക്ഷനിലാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നേരെ നമ്മുടെ ക്രൂയിസിലേക്ക് പോകും. നമ്മൾ ടോംബോയൊക്കെ വെക്കണം. സ്കൂൾ ഹോളിഡേയ്സിലാണ് വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ സംഭവങ്ങളും അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇതെല്ലാം സോൾഡ് ഔട്ട് ആവാൻ സാധ്യതയുണ്ട്. നമ്മുടെ വണ്ടി അതാ കിടക്കണം. ഹാമിൽട്ടൺ ഐലൻഡിലേക്കുള്ള ട്രിപ്പാണ്. അവിടെ പോയിട്ട് അവിടെ ഒരു ബഗ്ഗി എടുത്തിട്ട് അതവിടെ മൊത്തം കറങ്ങാൻ പറ്റും. ആ 11, 12, 13, 14, 15, 16. Okay, thank you. Hi. അത്യാവശ്യം വലിയ ബോട്ടാണ്. ഏകദേശം 1 മണിക്കൂറിന് മുകളിൽ ഉണ്ടായിരുന്നു യാത്ര. 2-3 സ്റ്റോപ്പുകൾ ഇൻ ബിറ്റ്വീൻ ഉണ്ടായിരുന്നു. ഡേ ഡ്രീം ഐലൻഡ്, ഹാമിൽട്ടൺ എയർപോർട്ട്, അത് കഴിഞ്ഞിട്ട് ഹാമിൽട്ടൺ മറൈന. നല്ല ഓപ്പൺ ആയിട്ട് കാറ്റൊക്കെ കൊണ്ടിരിക്കേണ്ടവർക്ക് അപ്സ്റ്റേഴ്സ് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. അല്ലാതെ കാറ്റടിയൊന്നും കൊള്ളാതെ സേഫായിട്ട് ഇരിക്കണമെങ്കിൽ താഴെ ഡെക്കിൽ ഇരുന്നാൽ മതി. ആക്ച്വലി ഇതൊരു വെയിൽ വാച്ചിങ് സീസണും കൂടെ ആയതുകൊണ്ട് ഇടയ്ക്ക് 1-2 സ്ഥലങ്ങളിൽ വെയിൽസിനെ ചെറുതായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. അതാണ് ഈ ആളുകൾ ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. നമ്മൾ എയർലി ബീച്ച് വിസിറ്റ് ചെയ്യുമ്പം ആക്ച്വലി അക്കോമഡേഷൻ തപ്പാൻ വേണ്ടി നല്ലത് booking.com ആണ് കേട്ടോ. കാരണം Airbnb നോക്കിയിട്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അക്കോമഡേഷൻസ്. അതിനെല്ലാം ഭയങ്കര കോസ്റ്റ് വരുന്നു. Booking.comലാണ് ഞങ്ങൾ ഒരു അക്കോമഡേഷൻ കുഴപ്പമില്ലാത്ത അക്കോമഡേഷൻ നമ്മൾ കണ്ടുപിടിച്ചത്. ഈ എയർപോർട്ടിന്റെ ചുറ്റും നോക്കി എന്തോരം തേങ്ങാ നിൽക്കുന്നതെന്ന്. ആ കിടക്കുന്ന ആ തെങ്ങിൻചോട്ടി കിടക്കുന്ന വണ്ടി ഉണ്ടോ കുഞ്ഞിത്, അതിൻ്റെ അകത്ത് നമ്മൾ കയറി ട്രിപ്പ് ഇവിടെ എല്ലാം കറങ്ങാം. അങ്ങനെ നമ്മൾ ഹാമിൽട്ടൺ ഐലൻഡിൽ എത്തി എന്നുള്ള അനൗൺസ്മെന്റ് വന്നു. ഇനി ഇവിടെ ഇറങ്ങിയിട്ട് നമ്മളെ ബഗ്ഗി എടുത്തിട്ട് ബാക്കി കാഴ്ചകളിൽ. ഈ ഹാമിൽട്ടൺ ഐലൻഡിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബഗ്ഗീസ് എന്ന് പറയുന്ന ഓപ്ഷനേ ഉള്ളൂ. അല്ലാതെ വേറെ വാഹനങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ നടന്ന് കാണണം. അത് നടന്ന് കാണാൻ മാത്രമല്ല, ഒത്തിരി വലിയ ഏരിയ ഉള്ളതുകൊണ്ട് നമ്മളെല്ലാവരും ബഗ്ഗി എടുക്കണം. അപ്പോൾ ബഗ്ഗി നമുക്ക് നേരത്തെ ബുക്ക് ചെയ്യാം. വേണമെങ്കിൽ അത് അഡ്വാൻസ് ഒന്നും കൊടുക്കാതെ തന്നെ നമുക്ക് ബുക്ക് ചെയ്യാം. നമുക്ക് ജസ്റ്റ് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി. നമ്മൾ ക്രൂസിന് വന്ന് ഇറങ്ങുന്ന മറൈനയിൽ നിന്ന് ആക്ച്വലി ഒരു ബസ് ഷട്ടിൽ ഉണ്ടാകും എവറി 10 minutes ഈ ബഗ്ഗി കിട്ടുന്ന സ്ഥലത്ത്. ബഗ്ഗി കളക്ട് ചെയ്യുന്ന ഓഫീസിൽ വന്നിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുള്ളതാണെങ്കിലും അവർ നമ്മുടെ ലൈസൻസ് എല്ലാം ചെക്ക് ചെയ്ത് നമുക്ക് എങ്ങനെയാണ് വണ്ടി ഓടിക്കേണ്ടതെന്നുള്ള ഡയറക്ഷൻസ് ഒക്കെ തന്ന ഒരു ചെറിയൊരു ഡെമോ വീഡിയോ ഒക്കെ നമ്മളെ അവർ കാണിച്ചു തരും. അതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരുടെയും ലൈസൻസ് എല്ലാം വെരിഫൈ ചെയ്തിട്ട് നമ്മൾ പേയ്മെന്റും ചെയ്തിട്ടാണ് നമ്മൾ അവിടുന്ന് വണ്ടി അവർ തരിക. നമ്മൾ സാധാരണ റോഡുകളിൽ കാർ എങ്ങനെ യൂസ് ചെയ്യുന്നോ അതേ നിയമങ്ങളൊക്കെ ഈ ബഗ്ഗി യൂസ് ചെയ്യുമ്പോഴും ബാധകമാണ്. സീറ്റ് ബെൽറ്റ്, ചൈൽഡ് സീറ്റ്, അങ്ങനെയുള്ള പിന്നെ ഓടിക്കുന്ന ഡയറക്ഷൻ, സൈഡ് എല്ലാം സെയിം ആയിരിക്കും. നിങ്ങൾ എന്താ ചെയ്യുന്നത്? എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയോ? ജസ്റ്റ് പ്ലേയിങ് ഉണ്ടായിരുന്നു. ഞാനടുത്ത് വണ്ടി ഓടിച്ചപ്പോൾ പോവായിരിക്കും. ഇതെല്ലാം നമ്മുടെ വണ്ടികളാട്ടോ, ബഗ്ഗീസ്. നമ്മൾ 4 ഫാമിലി, ആക്ച്വലി 3 ഫാമിലി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 3 ഫാമിലിയിൽ 16 പേരുള്ളതുകൊണ്ട് 4 പേർക്ക് മാക്സിമം ഇതിൻ്റെ അകത്ത് കയറാനേ അവർ സമ്മതിക്കുകയുള്ളൂ. 4 പേര് മാത്രമല്ല, കുട്ടികൾക്ക് കാർ സീറ്റും മസ്റ്റാണ്. അപ്പോൾ കാർ സീറ്റിന് ഒരു എക്സ്ട്രാ $15 ആവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഡാമേജ് വേവർ എന്ന് പറഞ്ഞിട്ടൊരു $15 വേണമെങ്കിൽ എക്സ്ട്രാ പേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെഗ്ലിജൻസ് കൊണ്ടൊക്കെ എന്തെങ്കിലും വണ്ടിക്ക് ഡാമേജ് വന്നു കഴിഞ്ഞാൽ അതും അതിൻ്റെ അകത്ത് അഫോർഡായി പോകും. എങ്ങനെയാണെങ്കിലും 4 വണ്ടി നമ്മൾ പോക്കിയിട്ടുണ്ട്. എടാ റിക്കു, എന്തോടാ നീക്ക് വഴി തെറ്റിച്ചോ? നമ്മൾ 3-4 വണ്ടിക്ക് പോകുന്നതെങ്കിൽ വഴി തെറ്റാൻ നല്ല സാധ്യതയുണ്ട്. പിന്നെ വേൾഡ് ഈസ് സോ സ്മോൾ എന്ന് പറഞ്ഞ പോലെ നമ്മൾ എങ്ങനെയെല്ലാം കറങ്ങി തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരുമ്പോൾ കണ്ടുപിടും.
ആണോ? But ഞങ്ങൾക്ക് lots of fun കിട്ടിയാണോ? Because ഞങ്ങളാണ് a longer than no one other. നിങ്ങൾക്ക് ലോട്ട്സ് ഓഫ് ഫൺ കിട്ടിയല്ലേ? ആയാലും നന്നായി. ഓക്കെ, അവരെത്തി. I'll be the last one left when the lights go out. I'm down to one last breath, but I can't stop now. We all fall down sometimes, yeah, but that's just life. So cross my heart and hope to die. Baby, I was born to fight the fear when I feel like dying. I'm trying to fly high, but I'm not a pilot, can't deny it. Some days I feel idiotic, just a product of a system where you're lucky just to make a dollar. That ain't gonna stop me cause my grind's contagious. I'll do what it takes to turn passion to paychecks. And if I go down, I'ma do it on my terms. And every single problem brings a lesson that I learned. The darkest nights, when things seem so broken, it's hard to shine, but